ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂമി ആൻഡ് കേരള. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങയും ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു ചാറുകറിയാണ്. അടുത്തതായിട്ട് നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കുമ്പളങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് അരമുറി തേങ്ങ ചിരകിയെടുത്തത്, 3 ഇതള് വേപ്പിൻ്റെ ഇല, 4 പച്ചമുളക്, 5 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത്, ജീരകം, കാന്താരി മുളക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എനിക്കുള്ളത് കാരണമാണ് കാന്താരി മുളക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ സാധാ പച്ചമുളകോ എടുക്കാം. പിന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചച്ചെമ്മീൻ, 3 വറ്റൽമുളക്, വെളിച്ചെണ്ണ, കടുക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 8 കഷ്ണം ചുവന്നുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത്, വിനീഗർ. ഇത്രയുമാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും പച്ചച്ചെമ്മീനും കൂടി നമുക്കൊന്ന് വേവിക്കണം. അതിനായിട്ട് നമുക്ക് ഒരു ചട്ടിയിലോട്ട് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരിതള് വേപ്പിൻ്റെ ഇല ഇടാം. പിന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് പൊളന്നിടാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം, 1 കപ്പ്. ഇതൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് തിളച്ച് വരണം. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു ജാറിലോട്ട് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിന് എടുത്താൽ മതി. അതിനുശേഷം നമുക്കതിലോട്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ കുമ്പളങ്ങ തിളച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വേകണം കുമ്പളങ്ങ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇത് വെന്തോന്നറിയാൻ പതുക്കെ ഒന്ന് ഉടച്ച് നോക്കിയാൽ മതി. ഏകദേശം ഒരു 10-15 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ രീതിയിൽ നല്ലതായിട്ട് അരയണം. നമുക്കിതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ച് ഇളക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പതുക്കെ ഒന്ന് തിളച്ച് വരണം. നമ്മുടെ കുമ്പളങ്ങ പതുക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പതുക്കെ ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് കടുക് പൊട്ടിക്കണം. നമുക്കത് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാകാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗണിഷ് കളർ ആവണം. നമ്മുടെ ഉള്ളി മൂത്ത് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് നമുക്ക് മുറിച്ചിടാം. അങ്ങനെ പൊട്ടിച്ചിട്ടാൽ മതി. ഞാൻ മുളകൊന്ന് മൂത്ത് കിട്ടണം നമുക്ക്. ഇനി നമ്മുടെ ഉള്ളി താളിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതൊക്കെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ പുളിക്ക് വേണ്ടി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വിനീഗർ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തൂ, എല്ലാവർക്കും ഷെയർ ചെയ്യൂ. താങ്ക്